നാടക സംവിധായകനും അഭിനേതാവും നിർമ്മാതാവുമായിരുന്ന ബേബിക്കുട്ടൻ തൂലികയ്ക്ക് അന്ത്യാഞ്ജലി. സാംസ്കാരിക രാഷ്ട്രീയ നാടക രംഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ബേബിക്കുട്ടൻ അന്തരിച്ചത്. മലയാള നാടകരംഗത്തെ അതുല്യ പ്രതിഭയും ആദ്യകാല നാടക പ്രവർത്തകരിൽ പ്രധാനിയുമായിരുന്ന ബേബിക്കുട്ടന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. രാഷ്ട്രീയ സാംസ്കാരിക നാടകരംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. മന്ത്രി ഷിബു ബേബി ജോൺ ഉൾപ്പെടെ രാഷ്ട്രീയ രംഗത്തുള്ളവരും അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് ബേബിക്കുട്ടൻ തൂലിക അന്തരിച്ചത്. തേവലക്കര പടിഞ്ഞാറ്റക്കര തുണ്ടിൽ വീട്ടിൽ കുഞ്ഞൻപിള്ളയുടെയും കമലമ്മയുടെയും രണ്ടാമത്തെ മകനായാണ് ഗോപിനാഥക്കുറുപ്പ് എന്ന ബേബിക്കുട്ടൻ തൂലിക. തേവലക്കര പടിഞ്ഞാറ്റക്കര തുണ്ടിൽ വീട്ടിൽ കുഞ്ഞൻപിള്ള കമലമ്മ ദമ്പതികളുടെ രണ്ടാമത്തെ മകനാണ് ഗോപിനാഥക്കുറുപ്പ് എന്ന ബേബിക്കുട്ടൻ തൂലിക. കൊല്ലം ഉപാസനയുടെ സൗപ്തികം എന്ന നാടകത്തിൽ കോൺസ്റ്റബിൾ കുറുപ്പ് എന്ന ഹാസ്യ കഥാപാത്രത്തിലൂടെയാണ് ഇദ്ദേഹം അരങ്ങിലേക്ക് എത്തിയത്. അരങ്ങിന്റെയും അണിയറയുടെയും കഥ പറയുന്ന മഹാറാണി എന്ന നാടകത്തിൽ വ്യത്യസ്തങ്ങളായ 6 വേഷങ്ങൾ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. പള്ളിവേട്ട എന്ന നാടകത്തിലൂടെയാണ് നാടക രചനാ രംഗത്തേക്ക് കടന്നു വന്നത്. 1983 സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ചു. തോപ്പിൽ ഭാസിയുടെ പേരിലുള്ള ആദ്യ പുരസ്കാരവും ബേബിക്കുട്ടനെ തേടിയെത്തി. അരങ്ങൊഴിയുമ്പോൾ തലമുറകളെ ത്രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭയെയാണ് മലയാള നാടക ലോകത്തിന് നഷ്ടമായത്. ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പലതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു ഭാഗ്യം ചെയ്ത നാടകൃത്താണ്. ഭാഗ്യം ചെയ്ത നാടകൃത്ത് എന്ന് ഞാൻ പറയാൻ കാര്യം, ഈ പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഒരു വസന്തകാലം എന്നുവെച്ചാൽ ജനം മൊത്തം ഒരു ഉത്സവപ്പറമ്പിൽ പോലും ഇരുന്ന് നാടകം കാണാൻ കഴിയാത്ത മട്ടിൽ ആളുകൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടാതെ മടങ്ങിപ്പോകുന്നൊരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടത്തിലെ അതിശക്തമായി നാടകം എഴുതാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. പിന്നെ തോപ്പിൽ വാസി, എസൽപുരം, എൻ പിള്ള എന്ന് തുടങ്ങിയ KT മുഹമ്മദ് തുടങ്ങിയ പ്രഗത്ഭരായ നാടകൃത്തുക്കളുടെ പിന്തുടർച്ചക്കാരനായി വരാൻ കഴിയുന്നതും ഒരു നല്ല ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെതായ അതിശക്തമായ നാടകങ്ങളുണ്ട്. ലയവിന്യാസം, സമാസമം, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെ അതിശക്തമായ നാടകങ്ങളുണ്ട്. ഒരേ സമയം പിന്നെ സംസ്ഥാന അവാർഡ്, സംഗീത നാടക അക്കാദമി അവാർഡ്, അതുപോലെ കേരളത്തിലെ എമ്പാടുമുള്ള ഈ പ്രൊഫഷണൽ നാടക സംബന്ധമായിട്ടുള്ള അവാർഡുകളിൽ ഏതാണ്ട് ഒട്ടുമുക്കാലും ബേബിക്കുട്ടന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനും അദ്ദേഹം തങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ജ്യേഷ്ഠാനുജൻ ബന്ധം ആദ്യം തൊട്ട് ഈ അവസാന നിമിഷം വരെയും സംരക്ഷിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. ന്യൂസ് ബ്യൂറോ, ചവറ.